സബോ എന്ന് പറഞ്ഞ വന്യമൃഗമല്ല. ഇവര് പറയുന്നു വമാ അകല സബോ, വന്യമൃഗം തിന്നതും തിന്നാൻ പാടില്ല. വന്യമൃഗം തിന്നത് പിന്നെ എങ്ങനെ നമുക്ക് തിന്നാൻ കിട്ടുക? അത് വേറെ കാര്യം. ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ നമ്മെ ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഹുദ്ഹുദിൽ നിന്നാണ് നബൗൻ യഖീന് കൊണ്ടുവരുന്നത്. നമുക്ക് യഖീനായ അറിവുകൾ കൊണ്ടുവന്നു തരുന്ന നമ്മളിലെ ഹുദ്ഹുദ്. ഹുദ്ഹുദ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് അറിവ് കൊണ്ടുവന്നു തരാനല്ലേ സുലൈമാനോട്. അപ്പൊ വ്യക്തമായ അറിവ് നമുക്ക്, അള്ളാഹുവിന്റെ ഹിദായത്തിനെ കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് തരുന്ന ആള് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഹുദ്ഹുദാണ്. അതിന് മരക്കൊത്തിയല്ല. ഹുദ്ഹുദ് ഹിദായത്തിലേക്ക് നിന്നെ നയിക്കുന്ന, ബാഹ്യവും ആന്തരികവുമായി നിന്നെ, ലാഹിറായും ബാത്തിനായും നിന്നെ വിജ്ഞാനത്തിലേക്ക്, ഹിദായത്തിലേക്ക് നയിക്കുന്ന ഏതേത് ചിന്തകളുണ്ടോ അതൊക്കെ നിന്റെ. പിന്നെ ഫറാഷ്, ചിത്രശലഭം. നാം ഇരുട്ടുകളെ ഉപേക്ഷിച്ച് വിജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തേടി, വിജ്ഞാനത്തിന്റെ വെളിച്ചം തേടി പോകുന്ന യാത്രയിലാണ് നമ്മളെങ്കിൽ നമ്മൾ ഫിറാസ, ചിത്രശലഭമാണ് നമ്മൾ. ആ പുഴു അങ്ങനെയാണ്. ആദ്യം അത് ലാർവയാകുമ്പോൾ, ആ പുഴു ലാർവയാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇരുട്ടറയിലാണത്, അല്ലെ? ഒരിക്കലും അത് വിചാരിച്ചിട്ടില്ല എനിക്ക് ആകാശത്ത് പറന്നുയരാൻ സാധിക്കുമെന്ന്. സ്വപ്നം പോലും കാണാൻ കഴിയില്ല ജീവിക്ക് ആ സമയത്ത്. അപ്പോഴാണ് അതിന്റെ നൂലുകളൊക്കെ അത് മുറിച്ചു മാറ്റി, അതിന്റെ ഇലകളൊക്കെ മുറിച്ചു മാറ്റി, അതിന് ചിറക് വെച്ച് അത് വിജ്ഞാനത്തിന്റെ പ്രകാശം തേടി യാത്രയാവുകയും. ഒരിക്കലും അത് സങ്കല്പിച്ചിട്ടില്ല എനിക്ക് ഈ ചിറകുകൾ വരും, ഞാൻ പറന്നുയരും, ഈ ഇരുട്ടുപേക്ഷിക്കും, ഞാൻ ആകാശത്ത് പറന്നുയരുന്ന ചിത്രശലഭമാവും എന്നൊന്നും ഒരിക്കലും അത് സങ്കല്പിച്ചിട്ട് പോലുമില്ല. അതാണ് ഇന്നല്ലാഹ ശദീദുൽ മഹാൽ. അള്ളാഹുവിനെ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾക്ക് പ്രയാസമാണ്, വളരെ ശ്രമകരമാണ്. പക്ഷേ ആ ശ്രമകരമായ ഒന്നാണ് ചിത്രശലഭം കണ്ടെത്തിയത് എന്ന്. അതിന്റെ ഇരുട്ടുപേക്ഷിച്ചു, അതിന്റെ കഫം പുടവ അത് തന്നെ നെയ്തു. നോക്കി നിങ്ങള്, അതിന്റെ കഫം പുടവ അത് തന്നെ നെയ്തു. അത് തന്നെയാണ് നമ്മുടെ കഫം പുടവ നമ്മളെങ്ങനെ നെയ്യുന്നതല്ല. പക്ഷെ അതിന്റെ കഫം പുടവ അത് തന്നെ നെയ്തുകൊണ്ട് അതിനെ കീറിമുറിച്ച് മുന്നോട്ട് പ്രകാശം തേടി പറന്നു പോവുകയാണ്. അങ്ങനെ അജ്ഞതയുടെ ഇരുട്ടുകൾ ഉപേക്ഷിച്ച് വിജ്ഞാനത്തിന്റെ വെളിച്ചം തേടിപ്പോകുന്ന ചിത്രശലഭങ്ങൾ നമ്മളായി മാറിയാൽ നമ്മൾ ഫറാസാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്.